ഒന്ന് 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 ക്യാമറയിലേക്ക് റമീസാണ് ഡ്രീം സ്റ്റോൺ ബിൽഡേഴ്സ് ചെയ്യുന്നത്. നമ്മളെ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ സൈറ്റിൻ്റെ കല്ലിടൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിയിട്ടാണ്. നമുക്ക് ഫേസ്ബുക്കിൽ ഡ്രീം സ്റ്റോൺ ബിൽഡേഴ്സിൻ്റെ പേജൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് ആശംസകളൊക്കെ നമുക്ക് അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുതിയ സൈറ്റിൽ നമ്മൾ ഫൗണ്ടേഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു കിട്ടും. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇത് കാണിച്ചു തരാൻ സൈറ്റ് കാണിച്ചു. ഇതാണ് കേട്ടോ പ്ലോട്ട്. ഇതിലേ നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജാണ് ഈ പ്ലോട്ട് വരുന്നത് കേട്ടോ. ഇതാണ് പഞ്ചായത്ത് റോഡ്. ഇത് ഏതാണ്ട് 3-4 മീറ്ററോളം ഉണ്ട് പഞ്ചായത്ത് റോഡ്. ഇതാണ് നമ്മുടെ സൈറ്റ്. ഇപ്പോൾ സൈറ്റ് വരുന്നത് ഏതാണ്ട് 7.5 സെൻറ്റ് ആണ് ഈ പ്ലോട്ട് വരുന്നത് കേട്ടോ. നമുക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കണ്ടോ. സൈഡിൽ കൂടെ വേറൊരു വഴിയും കൂടി പോകുന്നുണ്ട് ഈ പ്ലോട്ടിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ മറ്റ് പ്ലോട്ടുകളിലേക്കുള്ള വഴിയാണ് ഈ ഒരു വഴി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിട്ടിട്ട് കൊടുത്ത പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ പ്ലോട്ടാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ആദ്യത്തെ പ്ലോട്ടാണ്. ഫ്രണ്ടിൽ നിന്നുള്ള സെറ്റ് ബാക്ക് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അതിരിൽ നിന്ന് നമുക്ക് ഏകദേശം 7 മീറ്ററോളം സെറ്റ് ബാക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ സൈഡിൽ നിന്നുള്ള വഴിയിൽ നിന്ന് നമുക്കൊരു 2.5 മീറ്റർ സെറ്റ് ബാക്കാണ് വരുന്നത് കേട്ടോ. അവിടെ സാധാരണ സൈഡിൽ നിന്ന് 1.5 മീറ്ററൊക്കെ 1 മീറ്റർ മതി. പക്ഷെ നമുക്കിവിടെ വഴി പോകുന്നതുകൊണ്ട് തന്നെ, സൈഡിൽ കൂടെ വഴി പോകുന്നതുകൊണ്ട് തന്നെ 2.5 മീറ്റർ ആവറേജ് നമുക്ക് സെറ്റ് ബാക്ക് കൊടുക്കണം. ഓക്കെ. പിന്നെ ഫ്രണ്ടേജ് നമുക്ക് നോർമലി 3 മീറ്റർ മതി നമുക്ക് പഞ്ചായത്ത് റോഡിൽ നിന്ന്. പക്ഷെ നമുക്കിവിടെ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ 7 സെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 7 മീറ്ററോളം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഉറപ്പുള്ള സ്ഥലം ഉണ്ടാവും. ഉറപ്പുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് താഴ്ചയില്ല. അപ്പോൾ നമുക്ക് മണ്ണൊക്കെ നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഫൗണ്ടേഷൻ്റെ കരിങ്കല്ലിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് പില്ലർ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കരിങ്കല്ല് വെച്ചിട്ട് തന്നെ ഫൗണ്ടേഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് നമ്മൾ സാധാരണ 45 സെൻറ്റിമീറ്ററോട്ടാണ് കൊടുക്കണം നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഈ കരിങ്കല്ലിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ കൂടി ബെൽറ്റ് വരും കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് ബെൽറ്റും കൂടി വരും. അപ്പോഴാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുക. നമുക്ക് കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നമുക്ക് അധികം ഭൂരിഭാഗം സ്ഥലത്ത് ഒരു 90% അല്ലെങ്കിൽ ഒരു 98% നമുക്ക് പില്ലറിൽ തന്നെയാണ് നമുക്ക് വർക്കുകൾ വരാം. വല്ലപ്പോഴൊക്കെയാണ് ഈ പറയുന്ന കരിങ്കല്ല് ഫൗണ്ടേഷനിലൊക്കെ വരാറുള്ളൂ. അപ്പോൾ നമുക്ക് കരിങ്കല്ല് ഫൗണ്ടേഷൻ എവിടെ വരാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ടീമിനെയാണ് ഏൽപ്പിക്കുക. കരിങ്കല്ല് ഫൗണ്ടേഷൻ മാത്രം ഉണ്ടാവും. കാരണം അത് വല്ലപ്പോഴൊക്കെ വരാറുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ നമുക്ക് കരിങ്കൽ ഫൗണ്ടേഷൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സുരേഷ് ചേട്ടനെയാണ് വിളിക്കുക. അപ്പോൾ സുരേഷ് ചേട്ടൻ നമ്മളെ തിരുവനന്തപുരംകാരനാണ്. എവിടെ വർക്കുകൾ ഉണ്ടെങ്കിലും ടീമായിട്ട് വന്ന് പുള്ളി ചെയ്തു തരും കേട്ടോ. ഒന്ന് ക്യാമറയിലേക്ക് പോയി. അപ്പോൾ എവിടെ വർക്കുകൾ ഉണ്ടെങ്കിലും പുള്ളി കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും പെട്ടെന്ന് വന്ന പരിപാടിയൊക്കെ പെട്ടെന്ന് തീർക്കും കേട്ടോ. അതാണ് സുരേഷ് ചേട്ടൻ്റെ ഗുണം. നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് കരിങ്കല്ലിട്ട് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കാട്ടെ. എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞാൻ നമ്പർ അയച്ചു തരാം. അപ്പോൾ ഇന്ന് കരിങ്കൽകെട്ടിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കരിങ്കല്ല് കെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൂതുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുകളിലും താഴേക്ക് ആയിട്ട്. അപ്പോൾ ഇനി കരിങ്കൽകെട്ട് ഇന്ന് തീരും. ഇനി അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നമ്മൾ ബെൽറ്റ് വറക്കും. അതിൻ്റെ പരിപാടികളാണ് അടുത്ത ദിവസങ്ങളിൽ നടക്കുക. ഓക്കെ. കിനാവിന്റെ കാന്താരിപ്പൂ എരിഞ്ഞേറണ് കണ്ടേ ഞാൻ ആകാശത്തൊരു മുല്ലപ്പൂവിന്ന് അന്നേ നിൻ പേര് പതുക്കനെ മൂളിപ്പോയെന്ന്. അപ്പോൾ ഈ സൈഡിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല കേട്ടോ. നമ്മൾ തുടങ്ങണുള്ളൂ. നമ്മുടെ ചിങ്ങമാസത്തിൽ കല്ലിട്ട ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.